നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് സെന്ററിന് സമീപം പെരിങ്ങോട് റോഡിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇടിച്ച് തകർത്ത ശേഷം തലകീഴായി മറിഞ്ഞു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കൂറ്റനാട് സെന്ററിന് സമീപം പെരിങ്ങോട് റോഡിലായിരുന്നു അപകടം. കൂറ്റനാട് സെന്ററിൽ നിന്നും തൊഴുക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് 2 വൈദ്യുതി പോസ്റ്റുകൾ ഇടിച്ച് തകർത്ത ശേഷം തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ കാർ ഡ്രൈവർ പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവ സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കൂറ്റനാട് തൊഴുക്കാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവേഗപ്പുറ പാലത്തിലൂടെ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ പാലത്തിന് സമീപം ഗതാഗത കുരുക്ക് രൂക്ഷം. ചെറുവാഹനങ്ങളെ മാത്രമാണ് പാലത്തിലൂടെ നിലവിൽ കടത്തിവിടുന്നുള്ളൂ. പാലത്തിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ അനുഭവപ്പെട്ടതോടെയാണ് പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ ബസ് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഞായറാഴ്ച രാവിലെ മുതൽ കാറ്, ബൈക്ക്, ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളെ മാത്രമാണ് പാലത്തിലൂടെ കടത്തിവിട്ടുള്ളൂ. ബസ്സുകൾ പാലത്തിന് ഇരുവശത്തും വന്ന് തിരിച്ച് പോരുകയായിരുന്നു. പട്ടാമ്പി, വളാഞ്ചേരി ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളാണ് പാലത്തിന് ഇരുവശത്തും വരെ സർവീസ് നടത്തിയത്. ബസ്സുകൾക്ക് തിരിക്കാനും മറ്റുമുള്ള അസൗകര്യങ്ങൾ വലിയ ഗതാഗത കുരുക്കിനാണ് പാതയിൽ ഇടവരുത്തിയത്. രാവിലെ മുതൽ തന്നെ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് തിരുവേഗപ്പുറയിലും കൊടുമുടിയിലും അനുഭവപ്പെട്ടത്. കൊപ്പം, വളാഞ്ചേരി സ്റ്റേഷനുകളിലെ പോലീസുകാരുടെ നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിക്കാൻ ഇരുഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. എങ്കിലും പോലീസിനും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ഇവിടുത്തെ ഗതാഗത കുരുക്ക്. അടുത്ത ദിവസം മുതൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകാനാണ് സാധ്യത. വിദഗ്ധ സമിതി എത്തി പാലത്തിന്റെ വിള്ളൽ പരിശോധിച്ച ശേഷമേ പാലത്തിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ആറങ്ങോട്ടുകരയ്ക്ക് സമീപം വറവട്ടൂർ, ദേശമംഗലം പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 1/2 ഡസനിലധികം ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയവരെയും വഴിയാത്രക്കാരെയും അപ്രതീക്ഷിതമായി ഓടിയെത്തിയ തെരുവുനായ കടിക്കുകയായിരുന്നു. പലരുടെയും കാലുകളിലും തുടയലിലും കൈവിരലുകളിലും വലിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഒരാളുടെ ഉദരത്തിൽ നിന്ന് മാംസം അടർന്നു നിൽക്കുന്ന നിലയിലാണുള്ളത്. കടിയേറ്റ വറവട്ടൂർ നഗരിയിലെ കൊല്ലേരിപ്പടി കണ്ണൻ, KP കുട്ടൻ, യൂസഫ് അലി, കുഞ്ഞുനായർ, കാർത്തികേയൻ എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ ചികിത്സയിലാണ്. ആക്രമിച്ച തെരുവുനായയ്ക്ക് പേയിളകിയതാണെന്ന് നാട്ടുകാർ പറയുന്നു. തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം ആളുകൾ സംഘം ചേർന്ന് തെരഞ്ഞെങ്കിലും തെരുവുനായയെ കണ്ടെത്താനായില്ല. പറമ്പുകളിൽ മേഞ്ഞിരുന്ന നിരവധി കന്നുകാലികളെയും റോഡരികിൽ കിടന്നിരുന്ന മറ്റു തെരുവുനായ്ക്കളെയും തെരുവുനായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി നാട്ടുകാർ പറയുന്നു. ആറങ്ങോട്ടുകര, ഇരുമ്പകശ്ശേരി, എഴുമങ്ങാട്, വറവട്ടൂർ, ദേശമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം 10ഉം 20ഉം കൂട്ടമുള്ള തെരുവുനായ്ക്കളുടെ സംഘങ്ങളാണ് വഴിയോരങ്ങളിലും കടകളുടെയും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും തമ്പടിക്കുന്നത്. തെരുവുനായ്ക്കളെ ഭയന്ന് നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ വറവട്ടൂർ, ഇരുമ്പകശ്ശേരി, എഴുമങ്ങാട്, ദേശമംഗലം, വരവൂർ തുടങ്ങിയ വിദ്യാലയങ്ങളിലേക്കാണ് പോകുന്നത്. കുട്ടികളെ സ്കൂളുകളിലേക്കും മദ്രസയിലേക്കും ധൈര്യസമേതം അയക്കാനാകുന്നില്ലെന്ന് ആറങ്ങോട്ടുകരയിലെ ചെറുകിട വ്യാപാരിയായ K. അഷ്റഫ് പറഞ്ഞു. ദേശമംഗലം, വരവൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്ത് അതിർത്തികളിൽ തെരുവുനായ്ക്കളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതായും തെരുവുനായ ഭീതി ഇല്ലാതാക്കാനുമുള്ള നടപടികൾ ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധനായ ചാത്തുരുത്തിൽ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ സുറിയാനി പള്ളിയിൽ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് വികാരി പെരുന്നാൾ കൊടിയേറ്റം നടത്തി. നവംബർ 8, 9 ശനി, ഞായർ ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷം. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന, ഞായറാഴ്ച വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, സ്നേഹവിരുന്ന് എന്നിവ നടക്കും. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ അടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. BJP വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. BJP മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് BJP വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. BJP മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
ഈ കേരളത്തിലെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടുന്ന വികസനം എന്തെന്ന് അവർക്ക് നൽകാതെ ഉള്ള ഒരു സമീപനമാണ് കഴിഞ്ഞ കാലം മുഴുവൻ ഈ ഇരു മുന്നണികളും നടത്തി വന്നിരുന്നത്. വികസന വിരുദ്ധത എന്നതാണ് ഈ ഇരു മുന്നണികളുടെയും മുഖമുദ്രയായിട്ടുള്ളത്. ഇപ്പോ ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ കേരളത്തെ ദാരിദ്ര്യ വിമുക്ത മേഖലയായിട്ട് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ നമുക്കറിയാം അതിന്റെ പൊള്ളത്തരം എത്രയാണ് എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രഖ്യാപനം. കേരളത്തിലെ ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കേരളത്തിലെ ദാരിദ്ര്യ മേഖലയിലേക്ക് എന്തെങ്കിലും സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വകയായിട്ടുള്ള സംഭാവനകൾ മാത്രമാണ്. ഈ രാജ്യത്ത് ജനങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ് അത് നൽകിയിട്ടുള്ളത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ജയൻ, ജില്ലാ കമ്മിറ്റി അംഗം ശശി, പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി അനൂപ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമാശ്വാസ കുടിശ്ശികകൾ എത്രയും വേഗം അനുവദിക്കുക, കാലാനുസൃതമായി നടപ്പിലാക്കേണ്ട പെൻഷൻ വർധന നടപ്പാക്കുക, പെൻഷൻകാർക്കും ശമ്പളക്കാർക്കും ഉപയോഗയോഗ്യമായ രീതിയിൽ മെഡിസെപ്പിനെ ക്രമീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കൂറ്റനാട് സബ് ട്രഷറിക്ക് മുന്നിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജ്വാല നടത്തി. പാലക്കാട് DCC സെക്രട്ടറി ബാബു നാസർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് P. ഇബ്രാഹിംകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ KSSPA ജില്ലാ വൈസ് പ്രസിഡന്റ് OP ഉണ്ണി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തുകയും VK ഉണ്ണികൃഷ്ണൻ, K. മൂസക്കുട്ടി, മുരളി മൂത്താട്ട്, VA ശ്രീനിവാസൻ, KC രാജഗോപാലൻ, U. വിജയകൃഷ്ണൻ, VT ഉണ്ണികൃഷ്ണൻ, AM ഹംസ, പ്രമീള ചാത്തയിൽ, C. അബീദലി, M. മോഹൻകുമാർ തുടങ്ങിയവർ ജ്വാലയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വാർത്തയിലേക്ക്. മേക്ക് 7 ഹെൽത്ത് ക്ലബ് പട്ടാമ്പി കൊടലൂരിന്റെ 1ാം വാർഷികം വിവിധ പരിപാടികളോടെ നടത്തി. ഡോക്ടർ മുസ്തഫ തോട്ടുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. പൊതുജനാരോഗ്യ കൂട്ടായ്മയായ മെക് 7 ഹെൽത്ത് ക്ലബ്ബ് കൊടലൂർ സെന്ററിന്റെ 1ാം വാർഷികാഘോഷം കൊടലൂർ KML ഓഡിറ്റോറിയത്തിൽ നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഡോക്ടർ മുസ്തഫ തോട്ടുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ദിവസേനയുള്ള വ്യായാമവും നിയന്ത്രിത ഭക്ഷണരീതിയും മാത്രമാണ് ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏക വഴിയെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കുട്ടികളൊക്കെ പ്രമേഹ രോഗികളെ മാറിക്കൊണ്ടിരിക്കുക. പ്രസവിച്ച് വരുന്ന കുട്ടിക്കടക്കം പ്രമേഹ രോഗമാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് മദ്രസയിൽ സ്കൂളിൽ കുട്ടികൾ 2030-2035 ആകുമ്പോൾ കുട്ടികൾ 2 ഘട്ടങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. 2019 ശേഷം ജനിച്ച ആളുകൾ, അല്ലെങ്കിൽ 2019 മുന്നുള്ള ആളുകൾ, 2019 ശേഷമുള്ള ആളുകൾ 2 കാറ്റഗറിയാണ്. ഞങ്ങൾ ചോദിക്കാറുണ്ട് രോഗികളോട്, അസുഖമായിട്ട് ശ്വാസം മുട്ടൊക്കെ ആയിട്ട് വരുന്ന ആളുകളോട് ചോദിക്കും, നിങ്ങൾക്ക് കൊറോണ വന്നിട്ടുണ്ടോ, കോവിഡ് വന്നു പോയോ? കോവിഡിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. കോവിഡിന് ശേഷം, കോവിഡിന് മുമ്പത്തെ വേറൊരു ലോകമാണ്. ടെക്നോളജി വർദ്ധിച്ചു വന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുകളാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഇരുന്ന് ഡോക്ടർ അബ്ദു പതിയിൽ അധ്യക്ഷനായി. സംസ്ഥാന ട്രെയിനർ സന്തോഷ്, ജില്ലാ കോർഡിനേറ്റർ സെയ്തലവി മുത്തു, ട്രെയിനർമാരായ അബൂബക്കർ, ഷിഹാബ്, റസാഖ്, കോർഡിനേറ്റർ UK ഷറഫു എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് ലൂക്സ് CSI പള്ളിയിൽ കൊയ്ത്തുത്സവം നടത്തി. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ കൊയ്ത്തുത്സവ സ്തോത്രപ്പണ ആരാധന തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ഫാദർ KC ജോൺ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വികാരി ഫാദർ KC ജോൺ പ്രാർത്ഥനയോടെ കൊയ്ത്തുത്സവത്തിന് തുടക്കം കുറിച്ചു. ഇടവക വിശ്വാസികൾ ഭവനങ്ങളിൽ നിന്നെത്തിച്ച ആദ്യ ഫലശേഖരം ലേലം വിളി ആവേശമായി. സ്ത്രീ ജനസഖ്യം, സൺഡേ സ്കൂൾ എന്നിവയുടെ നേതൃത്വത്തിൽ ഭക്ഷണ സ്റ്റാളുകളും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. വികാരി ഫാദർ KC ജോൺ, സെക്രട്ടറി AI വർഗീസ്, കമ്മിറ്റി അംഗം സിൻല ചീരൻ, ഡയോസിസ് കൗൺസിൽ അംഗം റോബർട്ട് തമ്പി എന്നിവർ നേതൃത്വം നൽകി. പട്ടാമ്പി GMLP സ്കൂളിലേക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വാട്ടർ ടാങ്ക് കൈമാറി. പട്ടാമ്പി GMLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന നേതൃത്വത്തിലാണ് സ്കൂളിലേക്ക് വാട്ടർ ടാങ്ക് നൽകിയത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ N മോഹനസുന്ദരൻ, കൺവീനർ T അബ്ദുള്ളക്കുട്ടി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുരളീധരൻ വെളേരിമഠം, പ്രോഗ്രാം കോർഡിനേറ്റർ TP സക്കീർ ഹുസൈൻ, ട്രഷറർ K മുത്തുക്കോയ തങ്ങൾ, വിനോജ് കാവുള്ളിത്തൊടിയിൽ, ലത KN എന്നിവർ ചേർന്നാണ് വാട്ടർ ടാങ്ക് സമർപ്പിച്ചത്. പട്ടാമ്പി GMLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങളെല്ലാവരും കൂടി വകയായി പട്ടാമ്പി GMLP സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള വലിയൊരു വാട്ടർ ടാങ്ക് തന്നെ ഇന്ന് HM രേഖ ടീച്ചറും നമ്മുടെ മൻസൂർ, ഇന്നത്തേതിൽ PTA പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി, സക്കീർ ഹുസൈൻ, മറ്റ് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ
ഇന്ന് HMന് കൈമാറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ഉപകാരപ്രദമായ സാധനം തന്നെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഇത് നമുക്ക് എന്നും ഈ സ്കൂളിലെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഭാവന ചെയ്തിട്ടുള്ളതാണ്. ഇനിയും തുടർന്നും എല്ലാ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുള്ളത്. പ്രധാനാധ്യാപിക ടി രേഖ, PTA പ്രസിഡന്റ് മൻസൂർ കുന്നത്തേതിൽ, അധ്യാപകൻ ET അബ്ദുൽ ഖയ്യൂം എന്നിവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ആലിക്കൽ അബുട്ടി, ആലിക്കൽ സിദ്ദീഖ്, P ഉമ്മർ, AK ഉമ്മർ, സുരേന്ദ്രനാഥ് പട്ടാമ്പി, ജമീല, നബീസ, ഹൈദരാലി, മാജിദ് എന്നിവരും പങ്കെടുത്തു. തുടർന്ന് പ്രവിദ്യാർത്ഥി സംഘടനാ യോഗവും ചേർന്നു. ചൂഷകരില്ലാത്ത ലോകം, ചൂഷണമില്ലാത്ത തൊഴിലിടം എന്ന മുദ്രാവാക്യം ഉയർത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ചേലക്കര ഏരിയ പ്രതിനിധി സമ്മേളനം നടന്നു. തളി സെന്ററിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഖാജ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി യൂസുഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷാഹുൽ ഹമീദ് പഴുന്നാന, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KM കബീർ, EM മുസ്തഫ, ഏരിയ കമ്മിറ്റി അംഗം നൌഫൽ, ഏരിയ പ്രസിഡന്റ് യൂസഫ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് യൂസഫ് തൊഴുപ്പാടം, സെക്രട്ടറി നൌഫൽ വെട്ടിക്കാട്ടിരി, ട്രഷറർ ഉസ്മാൻ വരവൂർ, വൈസ് പ്രസിഡന്റ് ഉസ്മാൻ ആറ്റൂർ, ജോയിന്റ് സെക്രട്ടറി MM മുസ്തഫ വരവൂർ എന്നിവരെയും തെരഞ്ഞെടുത്തു. നവമാധ്യമ കാഴ്ച. പ്രയാസമായി തോന്നുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരം നിസ്സാരമായിരിക്കും. വീണ്ടും വീണ്ടും ഒരേ മാർഗത്തിലൂടെ ശ്രമിച്ച് പരാജയപ്പെടാതെ ചിന്തിച്ച് പോംവഴി കണ്ടെത്തണം എന്നു മാത്രം. ഒരു മനയൂരിൽ നിന്നും സലാം പങ്കുവച്ച ദൃശ്യം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.